ഒരു വാട്ടർ കളർ ചിത്രമാണ്. ഒരു പെൺകുട്ടി ബാഗ് ഒക്കെ ഇട്ടുകൊണ്ട് സ്കൂളിലേക്ക് പോകാനുള്ള ഡ്രസ്സിൽ നിൽക്കുന്നതാണ് വാട്ടർ കളർ വരയ്ക്കുന്നത്. നിങ്ങളെല്ലാം ആ സ്കെച്ച് ചെയ്തത് ശ്രദ്ധിക്കുക. HB അല്ലെങ്കിൽ 2B പെൻസിൽ കൊണ്ടാണ് ഞാൻ സ്കെച്ച് ചെയ്യുന്നത്. അതിന് ആവശ്യമുള്ള ബ്രഷുകൾ ഞാൻ അതിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. എളുപ്പം വരയ്ക്കാൻ കഴിയുന്ന 2B HB പെൻസിലിട്ട് സ്കെച്ച് ചെയ്യുക. ബ്രഷുകൾ ഫ്ലാറ്റ് ബ്രഷ് നമ്പർ 5ഓ 6ഓ ഉപയോഗിക്കാം. അതേപോലെ നമുക്ക് ആവശ്യത്തിന് ലൈൻസും ഒക്കെ വരയ്ക്കാൻ വേണ്ടി റൗണ്ട് ബ്രഷ്, അതും കുറച്ച് നമ്പേഴ്സ് 3, 4, 5 ഒക്കെ നമുക്ക് ഉപയോഗിച്ചാൽ ഈ റൗണ്ടായിട്ടുള്ള ബ്രഷിൻ്റെ തുമ്പ് കൊണ്ട് നല്ല ലൈൻസൊക്കെ വരയ്ക്കാൻ കഴിയും. അപ്പോൾ ഉപയോഗിച്ച ബ്രഷുകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് ഒന്ന് ഫ്ലാറ്റ് ബ്രഷ് നമ്പർ 6ഓ 5ഓ ഉപയോഗിക്കാം. റൗണ്ട് ബ്രഷ് ലൈൻസ് വരയ്ക്കാൻ വേണ്ടി 3, 4, 5 ഏത് വേണോ ഉപയോഗിക്കാം. പിന്നെ ഞാനിവിടെ വരയ്ക്കാൻ ഉപയോഗിച്ച കളർ വാട്ടർ കളറിൻ്റെ കേക്കാണ്. കാരണം ഞാനെപ്പോഴും പറയാറുണ്ട്, കേക്ക് ഉപയോഗിക്കുമ്പോൾ ട്യൂബിനെ പോലെ ഒരുപാട് കളറുകൾ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി ട്യൂബിൽ നിന്ന് വെളിയിലേക്ക് എടുത്താൽ തിരിച്ച് ട്യൂബിലേക്ക് കയറ്റാൻ കഴിയില്ല. അതത്രയും നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് വേസ്റ്റായി പോകുന്നതുമാണ്. അത് കാരണം എപ്പോഴും നല്ലത് വാട്ടർ കളറിൻ്റെ കേക്ക് ഉപയോഗിക്കുകയാണ്. കേക്ക് കൊണ്ടുള്ള ഗുണം, നമുക്ക് ആവശ്യത്തിന് മാത്രമേ അതിൽ നിന്ന് എടുക്കാൻ കഴിയുള്ളൂ. ആവശ്യത്തിന് എടുക്കാം, അത് വേസ്റ്റായി പോകുന്നില്ല, മിക്സ് ചെയ്യാനും എളുപ്പമാണ്, വലിയ വില വ്യത്യാസങ്ങളും ഇല്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായമാണ്, കേക്ക് ഉപയോഗിച്ചാൽ നഷ്ടം വരില്ല എന്നുള്ളത് കൊണ്ട് വാട്ടർ കളർ കേക്ക് അത് സാധാരണ അല്ല, ആർട്ടിസ്റ്റിക് കേക്ക് തന്നെ വാങ്ങാൻ ഉപയോഗിക്കുള്ളൂ. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മിക്സ് ചെയ്യാൻ നമ്മൾ ബേസിക്കായിട്ട് പഠിച്ചിട്ടുണ്ട്. പ്രൈമറി കളേഴ്സായ റെഡ്, യെല്ലോ, ബ്ലൂ, ഈ 3 കളറാണ് പ്രൈമറി കളേഴ്സ്. അതിൽ നിന്ന് എടുത്ത് പല കളറും മിക്സ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം സെക്കൻഡറി കളറും. പിന്നെ ഈ സെക്കൻഡറി കളർ തന്നെ പ്രൈമറി കളറുമായിട്ട് മിക്സ് ചെയ്ത് 3ാമതൊരെണ്ണം കളർ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെയുള്ള മിക്സിങ്ങൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിന് വാട്ടർ കളർ ഉപയോഗിക്കുമ്പോൾ പല പടങ്ങളും വരയ്ക്കുമ്പോൾ നമ്മൾ പല കളറുകളും മിക്സ് ചെയ്തെടുക്കേണ്ടി വരും. അങ്ങനെ കുറേ കളറുകൾ മിക്സ് ചെയ്ത് പല കളറും ഉണ്ടാക്കാനുള്ള ശ്രമം നമ്മളിന്നുണ്ടാവും. അങ്ങനെ നമുക്കതൊരു പരിശീലനമായി ലഭിക്കുകയും ചെയ്യും. ഏത് കളർ വേണമെങ്കിലും അങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ നമുക്ക് കഴിയും. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, എപ്പോഴും ഞാൻ എടുത്ത് പറയാറുണ്ട്, വൈറ്റ് കളറും ബ്ലാക്ക് കളറും നമ്മൾ കളേഴ്സായിട്ട് വരുന്നില്ല. ന്യൂട്ടൺസിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് പോലും എല്ലാ കളറുകളും ചേർത്ത് വേഗത്തിൽ കറക്കിയാൽ അതിൽ നിന്ന് നമുക്ക് വൈറ്റ് കളർ വരുന്നത് പോലെ നമുക്ക് വൈറ്റ് കളർ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് തന്നിട്ടുള്ള ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ, പേപ്പറിൻ്റെ കളർ തന്നെയാണ് നമുക്ക് ആവശ്യമുള്ള വൈറ്റായിട്ട് ഉപയോഗിക്കേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യം വേണ്ട ബ്ലാക്ക് കളറിന് പകരം, ബ്ലാക്ക് കളർ ഡയറക്റ്റായിട്ട് എടുക്കരുത്, ബ്ലാക്ക് കളറിന് പകരം ബ്രൗണ്, ഡാർക്ക് ബ്ലൂ, ഡാർക്ക് ഗ്രീൻ, റെഡ് ഇവയെല്ലാം കൂട്ടി യോജിപ്പിച്ചാൽ നല്ല ബ്ലാക്ക് പോലുള്ള കളർ കിട്ടും. ഡയറക്റ്റായിട്ട് ബ്ലാക്ക് ഉപയോഗിച്ച് വാട്ടർ കളറിൽ വരച്ച് കഴിഞ്ഞാൽ വാട്ടർ കളറിൻ്റെ കളറുകളുടെ പ്രത്യേകത അതെല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്. ബ്ലാക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഉള്ള കളേഴ്സ് എല്ലാം അടഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ബ്ലാക്ക് എന്നുള്ള കളർ വാട്ടർ കളർ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും വാട്ടർ കളറിൽ മിക്സ് ചെയ്ത് തന്നെ കളേഴ്സ് ഉപയോഗിക്കണം. നിങ്ങൾക്ക് ഈ ചിത്രരചനയുടെ ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കെല്ലാം ഇത് അയയ്ക്കുക. അവരോടും കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആവശ്യപ്പെടുക. നന്ദി.